പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസന്റെ കൊലയ്ക്ക് മുമ്പ് കൊലയാളികൾ റോന്തു ചുറ്റുന്ന കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മാരകായുധങ്ങളുമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ധന്യ, ഇത് BJPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ അക്രമി സംഘം സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത്, മുൻപ് നമ്മളെല്ലാം തന്നെ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ ആയുധങ്ങൾ കൊണ്ടുപോയ വാഹനത്തിന്റെ ദൃശ്യം കൂടി ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചുവന്ന കാറിലാണ് ആയുധങ്ങൾ കൊണ്ടുപോയത് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. ഈ വാഹനത്തിനായും പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവ ദിവസം, അതായത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട ഏപ്രിൽ 16-ന് അന്ന് 12:38-ന് 1:15-നാണ് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. 12:38-ന് ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നും ഇവർ പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതായത് ഈ റൂട്ട് എന്ന് പറയുന്നത് ഈ വാഹനം ആ റോഡിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുമ്പാണ് ജില്ലാ ആശുപത്രി. ജില്ലാ ആശുപത്രിയുടെ പുറകുവശത്തു കൂടെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് നേരിട്ട് കടക്കാൻ കഴിയും. അങ്ങനെ വന്ന് പിന്നീട് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട മേലാമുറിയിലേക്ക് ഉള്ള വഴി കൂടിയാണ് ഇത്. അങ്ങോട്ട് സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് എന്നതാണ് പോലീസ് കരുതുന്നത്. എന്തായാലും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാറ് പോലീസ് സംബന്ധിച്ചിട്ടുള്ള പോലീസ് അന്വേഷണം നടക്കുകയാണ്. നേരത്തെ 3 ബൈക്കുകളിലായി സഞ്ചരിച്ച 6 പേരിൽ ഒരാളെ ഇന്നലെ അബ്ദുൽ ഖാദർ എന്ന ഇക്ബാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 5 പേരേക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഈ കാറ്, ആയുധം കൊണ്ടുപോയ കാറ് നേരത്തെ കിട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത 7 പേരിൽ അതിൽ ഒരാൾ മുഹമ്മദ് ബിലാൽ എന്ന ആളാണ് ശംഖുവാരത്തോട് കോളനിയിൽ ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ, ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ആയുധങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ ആ ഓട്ടോറിക്ഷയിൽ നിന്നും കാറിലേക്ക് ആയുധങ്ങൾ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഓട്ടോറിക്ഷ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന 3 ബൈക്കുകളും മറ്റ് പ്രതികൾ, അതായത് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 3 ബൈക്കുകളിലായി പോകുന്ന അക്രമി സംഘത്തിന് പുറമെ മറ്റ് 2 ബൈക്കുകളിലായി പോകുന്ന മറ്റൊരു സംഘം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കസ്റ്റഡിയിലുള്ള ആളുകളിൽ പെട്ടവരുണ്ടോ ഈ ദൃശ്യങ്ങളിൽ? ഈ ദൃശ്യങ്ങളിൽ കസ്റ്റഡിയിൽപ്പെട്ട, അതായത് ആ വെള്ള സ്കൂട്ടർ ഓടിച്ച് മുന്നിൽ ഒരു ഓറഞ്ച് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ആളെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇക്ബാൽ എന്ന അബ്ദുൽ ഖാദർ എന്ന ഇക്ബാലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് 5 പേർ ആർക്കായി തെരച്ചിൽ നടക്കേണ്ടത്. ഈ 6 സംഘത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാറിലുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ ആ ബൈക്കിൽ സഞ്ചരിക്കുന്ന മറ്റാളുകളെയുമാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതിലിപ്പം കൂടുതൽ അറസ്റ്റോ ഇപ്പൊ ഇവരൊക്കെ അവിടെ ആ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരമാണ്. എന്താണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? എന്താണ് ഈ പ്രതികളെ കുറിച്ചുള്ളത്? ഈ പ്രതികളെ കുറിച്ച്, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളും കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ADGPയും IG-യും എല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഒരാളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ 9 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. 9 പേരിൽ ഒരാൾ മാത്രമാണ് ഈ അക്രമി സംഘത്തെ, അതായത് പ്രധാന പ്രതികളായിട്ടുള്ള 6 സംഘത്തിൽപ്പെട്ട ആൾ. മറ്റ് 5 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആയുധം കൊണ്ടുപോയ ഈ കാറിലുള്ള ആളുകളെയും കാറും പോലീസിന് പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിന്റെ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ശരി പ്രസാദ്, തിരിച്ചു വരാം. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കണ്ടതിന് ശേഷം.
പ്രസാദ് വീണ്ടും ചേരുന്നു. പ്രസാദ്, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണല്ലോ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഈ കൊലയിൽ നേരിട്ട് പങ്കെടുത്ത ഇവരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്ത ആളുകളായിരിക്കും അല്ലെ? ഈ കാറിലും ബൈക്കിലുമുള്ള എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത് സുബൈർ കൊല്ലപ്പെട്ട ഏപ്രിൽ 15-നാണ്. ഏപ്രിൽ 15-ന് സുബൈർ കൊല്ലപ്പെടുന്നു. അന്ന് വൈകിട്ട് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ജില്ലാ ആശുപത്രിയുടെ പുറകുവശത്ത് മോർച്ചറിക്ക് സമീപത്തായിട്ടാണ് ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത്. ഇതിൽ തിരിച്ചടി നൽകണം എന്ന ഉള്ള ഗൂഢാലോചന നടക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം അതായത് ഏപ്രിൽ 16-ന് രാവിലെ വീണ്ടും അക്രമി സംഘം ഒത്തുകൂടുന്നു. അതിന് ആശുപത്രിയുടെ പരിസരത്ത് തന്നെയുള്ള മറ്റൊരു ചെറിയ മൈതാനത്ത് വെച്ചാണ് ഈ സംഘം ഒത്തുകൂടുന്നത്. അവിടെ നിന്നുമാണ് അക്രമി സംഘം വിവിധ സംഘങ്ങൾ, അതായത് 5 ബൈക്കുകളിലായി 10 പേരും പിന്നെ ഈ കാറിൽ ആയുധങ്ങളുമായി കാറിൽ ഒരു സംഘവും പുറപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പറയുന്നത്. ഈ 3 പേരാണ് ഒരുമിച്ച് പോവുകയും ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് 2 ബൈക്കുകളിൽ പോയ ആളുകൾക്ക് സംഭവ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ കൊലപാതകം നടന്നിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കാറ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ഈ അക്രമികൾക്ക് ആയുധങ്ങൾ എങ്ങനെയാണ് ഒരു ബൈക്കിൽ എങ്ങനെയാണ് ആയുധങ്ങൾ കൊണ്ടുപോയത്? അവർ വസ്ത്രത്തിൽ ഒളിപ്പിച്ചായിരുന്നോ അതല്ല മറ്റാരെങ്കിലും കൊണ്ടുകൊടുത്തതാണോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. അതിനുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണത്തിലാണ് ഈ കാറിലാണ്, അതായത് മേലാമുറിയിൽ ഈ കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച്, ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കാറിൽ നിന്നും ആയുധങ്ങൾ പ്രതികൾക്ക് കൈമാറുകയും അവർ പിന്നീട് ഈ ആയുധങ്ങളുമായി പോയി ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലിപ്പം ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ, അതായത് ഈ കൊലയാളി സംഘത്തിന് രക്ഷപ്പെടാനൊക്കെ വഴിയൊരുക്കുകയും മറ്റ് സഹായം ചെയ്തവരും അതുപോലെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരെല്ലാം കൂടി പിടിയിലാകുമ്പോഴത്തേനും കേസിന് ഒരുപാട് മുമ്പോട്ട് പോകാൻ, അതായത് ഇവരുടെ മൊഴിക്കനുസരിച്ച് പ്രധാന പ്രതികളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? അന്വേഷണ സംഘം എന്തായാലും മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതികളുടെ എല്ലാം തന്നെ വീടുകളിൽ പരിശോധന ഉണ്ടായിരുന്നു. ഇന്നലെ പട്ടാമ്പിയിലും തൃത്താലയിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി അവിടുത്തെ പാലക്കാട് ജില്ലയിലെ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ പോലീസിന്റെ പരിശോധന നടന്നിരുന്നു. ഇന്നലെ മുതൽ കൂടുതൽ ശക്തമായ പരിശോധനകളാണ് നടന്നിട്ടുള്ളത്. അതായത് പ്രതികളെ മുഴുവൻ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അവരെ പിടികൂടുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. അതിന്റെ ഭാഗമായാണ് വീടുകളിലെല്ലാം തന്നെ പരിശോധനകൾ പോലീസ് ശക്തമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇവരെ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഈ 6-അംഗ സംഘം, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ബൈക്കിൽ സഞ്ചരിച്ച 6-അംഗ സംഘത്തിൽ ഒരാൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. മറ്റ് 5 പേരെ കൂടി ഇനി പിടികൂടണം. അതോടൊപ്പം തന്നെ കാറിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ, കാറ് തുടങ്ങിയവയെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെല്ലാം ഈ പട്ടാമ്പി, അതായത് പ്രധാന ആസൂത്രണം പട്ടാമ്പി സ്വദേശി എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പം ഇവരെല്ലാം ആ ഭാഗത്തുള്ള ആളുകളാണോ? ഈ ശക്തി കേന്ദ്രങ്ങളിലെ SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിലെ സെർച്ചൊക്കെ ഇപ്പോഴും തുടരുകയാണോ? പിന്നെ ഇവരെല്ലാം പട്ടാമ്പി സ്വദേശികളല്ല. പട്ടാമ്പി, അതോടൊപ്പം തന്നെ പാലക്കാട് നഗരം, മുണ്ടൂര് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഈ കാറിൽ നമ്മൾ ബൈക്കിൽ സഞ്ചരിച്ച വെള്ള സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന മുന്നിലിരിക്കുന്ന ആൾ, അയാളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഓറഞ്ച് കളർ ഷർട്ട് ഇട്ടുള്ള ആൾ, അയാൾ മുണ്ടൂർ സ്വദേശിയാണ്. അങ്ങനെ പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ തന്നെയാണ് ഇതിലുള്ള പ്രതികൾ എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. മറ്റൊന്ന് എടുത്തു പറയുന്നത്, ഇവരാരും തന്നെ കേരളം വിട്ട് പോയിട്ടില്ല. കേരളത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്നതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ശരി, നന്ദി പ്രസാദ്. മാരകായുധങ്ങളുമായി കൊലയാളികൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ്, BJP ഓഫീസിന് മുന്നിലൂടെ കൊലയാളികൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ 6-അംഗ കൊലയാളി സംഘത്തിൽ ഒരാൾ ഉപയോഗിച്ച വാഹനം കണ്ടെത്തി. ഇന്നലെ അറസ്റ്റിലായ 2 പ്രതികളുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് വാഹനം കണ്ടെത്തിയത്. സഞ്ജിത്ത് കേസിൽ ഒളിവിലായിരുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവും കോഴിക്കോട് പിടിയിലായി. ഇന്നലെ അറസ്റ്റിലായ പാലക്കാട് മുണ്ടൂർ സ്വദേശി അബ്ദുൽ ഖാദർ എന്ന ഇക്ബാൽ, നൂറണി സ്വദേശി ഫയാസ് എന്നിവരുമായാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ 6-അംഗ സംഘത്തിൽപ്പെട്ടയാളാണ് അബ്ദുൽ ഖാദർ എന്ന ഇക്ബാൽ. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ മണ്ണൂർ മുളയംകുഴി പള്ളി മഖാമിൽ തെളിവെടുപ്പ് നടത്തി. ഇതിന് സമീപത്തു നിന്നും അബ്ദുൽ ഖാദർ ഓടിച്ച വെള്ള സ്കൂട്ടറും പിടിച്ചെടുത്തു. പ്രതി ഇവിടെ ഒളിവിൽ കഴിഞ്ഞത് അറിഞ്ഞില്ലെന്ന് മഹല്ല് സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കി. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനായ ഫായിസിനെ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിൽ മറ്റു പ്രതികളെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതുവരെ 9 പേരാണ് അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിൽ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ ഒളിവിലായിരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കോഴിക്കോട് പിടിയിലായി. ഗൂഢാലോചന കേസിലെ പ്രതിയും
കൊലക്കേസിലെ 20ാം പ്രതിയുടെ മകനുമായ മുഹ്സിൻ മുനീറാണ് പിടിയിലായത്. ഇയാൾ കുന്നമംഗലം ആരാമ്പ്രത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP സുദർശനന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മുഹ്സിൻ മുനീർ കാലിക്കറ്റ് സർവകലാശാല ബിരുദ വിദ്യാർത്ഥിയാണ്. ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ആയുധങ്ങളുമായി പിടിയിലായ 2 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. RSS BJP പ്രവർത്തകരായ ശ്രീനാഥിനെയും സുമേഷിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണഞ്ചേരി പഞ്ചായത്ത് അംഗവും SDPI നേതാവുമായ നവാസ് നൈനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. SDPI നേതാവ് ഷാൻ ആക്രമിക്കപ്പെട്ട സ്ഥലത്തിന് സമീപത്തു നിന്നും ഇന്നലെ രാത്രിയാണ് 2 പേരെ പിടികൂടിയത്. മണ്ണഞ്ചേരി അമ്പനാക്കുളങ്ങര സ്വദേശികളായ ശ്രീനാഥിനെയും ബിറ്റി എന്ന സുമേഷിനെയും SDPI പ്രവർത്തകർ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. അറസ്റ്റിലായവർ RSS BJP പ്രവർത്തകരാണ്. ഇവരിൽ നിന്ന് പോലീസ് വടിവാളുകളും പിടിച്ചെടുത്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് അംഗവും SDPI നേതാവുമായ നവാസ് നൈനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. വാഹനത്തിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഇവർ ആയുധമായി എത്തിയതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മണ്ണഞ്ചേരി പോലീസ് അറിയിച്ചു. പിടിയിലായ ഇരുവരും നേരത്തെയും പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2015 വരെ ഇവർക്ക് RSS BJP ബന്ധമുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്നുമാണ് BJP നേതാക്കളുടെ വിശദീകരണം. അതേസമയം പാലക്കാട് ഇരട്ടക്കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിൽവർ ലൈൻ പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്നതിൽ CPIക്ക് അതൃപ്തി. തിരുവനന്തപുരത്ത് കരിച്ചാറയിൽ പ്രതിഷേധക്കാരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടിയത് സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കിയെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ പ്രായപരിധി നിബന്ധന കർശനമാക്കാനും തീരുമാനമായി. ഇങ്ങനെയാണോ ജനങ്ങളെ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന ചോദ്യമാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. കരിച്ചാറയിലെ പോലീസിന്റെ ബൂട്ട് പ്രയോഗമാണ് വിമർശനത്തിന് അടിസ്ഥാനം. പോലീസിനെ ഉപയോഗിച്ച് സിൽവർ ലൈൻ സമരങ്ങളെ അടിച്ചമർത്തുന്നതിലെ അമർഷം CPI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കരിച്ചാറയിലെ പോലീസ് നടപടി സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കി. ഇത് സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്ന അഭിപ്രായവും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു. മുന്നണി നേതൃത്വവുമായി ആലോചിക്കാതെ മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ച EP ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെയും വിമർശനമുണ്ടായി. ദേശീയ കൗൺസിൽ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തും നേതൃതലത്തിൽ പ്രായപരിധി നിബന്ധന കർശനമാക്കാൻ തീരുമാനമായി. സംസ്ഥാന എക്സിക്യൂട്ടീവിലും കൗൺസിലിലും 75 വയസ്സായിരിക്കും ഉയർന്ന പ്രായപരിധി. ഇതോടെ K. ഇസ്മായിൽ, C. ദിവാകരൻ, പന്ന്യൻ രവീന്ദ്രൻ എന്നിവർ കമ്മിറ്റികളിൽ നിന്ന് ഒഴിയും. ജില്ലാ സെക്രട്ടറിമാർക്കുള്ള പ്രായപരിധി 65ഉം മണ്ഡലം സെക്രട്ടറിമാർക്ക് 60 വയസ്സുമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. K. ശങ്കരനാരായണ വിട. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് K. ശങ്കരനാരായണന്റെ ഭൗതിക ശരീരം തൃശൂർ പൈങ്കുളത്തെ തറവാട്ടിൽ അല്പസമയത്തിനകം എത്തിക്കും. 6 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാകും. പാലക്കാട് ശേഖരിപുരത്തെ വീട്ടിൽ 100 കണക്കിന് ആളുകളാണ് പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. സ്പീക്കർ MP രാജേഷ്, മന്ത്രി K. കൃഷ്ണൻകുട്ടി, ബെന്നി ബെഹനാൻ MP തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. പദവികളുടെ ഭാരമില്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറിയയാളാണ് ശങ്കരനാരായണനെന്ന് സ്പീക്കർ അനുസ്മരിച്ചു. വ്യത്യാസത്തിന് അതീതമായ ഉറ്റ സ്നേഹബന്ധമാണ് അദ്ദേഹവുമായിട്ട് എനിക്കുണ്ടായിരുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ, ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോൾ തന്നെ വ്യക്തിബന്ധങ്ങളിൽ അത് അകൽച്ച സൃഷ്ടിക്കാതിരിക്കുന്നതിൽ ശ്രീ K. ശങ്കരനാരായണൻ ഒരു എക്കാലത്തെയും മാതൃകയാണ്. തൃശൂർ പൈങ്കുളത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, സംസ്കാരത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? എപ്പോഴാണ് സംസ്കാരം നടക്കുന്നത്? വിവരങ്ങൾ. ധന്യ, പാലക്കാട് നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തൃശൂർ ചെറുതുരുത്തി പൈക്കുളത്തെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. തൻ്റെ അമ്മയുടെ അടുത്ത് അന്ത്യവിശ്രമത്തിന് അവസരമൊരുക്കണമെന്നുള്ള ശങ്കരനാരായണൻ്റെ അന്ത്യാഭിലാഷം ബന്ധുക്കൾ സാധിച്ചു നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് സംസ്കാര ചടങ്ങിനായി മൃതദേഹം എത്തിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടേക്ക് മൃതദേഹം എത്തിക്കും. ഇവിടെയും, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വസതിയിലും 100 കണക്കിന്
പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഭൗതികദേഹം എത്തിച്ചതിന് ശേഷം ഇവിടെയും അല്പസമയം പൊതുദർശനമുണ്ടാവും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഇവിടെ വെച്ചായിരിക്കും നൽകുക. മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, മന്ത്രി കെ രാധാകൃഷ്ണൻ, VM സുധീരൻ, CK നാണു ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വസതി. അമ്മയും ഒപ്പം തന്നെ സഹോദരങ്ങളെയും ഒക്കെ തന്നെ സംസ്കരിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ദീർഘനാളായി അദ്ദേഹം രോഗക്കിടക്കയിൽ കഴിയുമ്പോൾ തന്നെ തൻ്റെ സംസ്കാര ചടങ്ങുകൾ അമ്മയ്ക്കടുത്ത് നടത്തണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു. അത് ബന്ധുക്കൾ സാധിച്ചു നൽകുകയായിരുന്നു. VM സുധീരൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ശങ്കരനാരായണജിയായിട്ട് ഞങ്ങൾക്ക് സംവത്സരങ്ങളുടെ ഹൃദയബന്ധമാണുള്ളത്. ഞങ്ങളൊക്കെ KSU പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നോട്ട് വന്ന കാലം മുതൽ തന്നെ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അന്ന് അദ്ദേഹം പാലക്കാട് DCC പ്രസിഡൻ്റായിരുന്നു. പാലക്കാടെന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയായിരുന്നു. വളരെ ശ്രമകരമായ പ്രവർത്തനമാണ് ശങ്കരനാരായണജിയുടെ നേതൃത്വത്തിൽ ബാലേട്ടനും ആ ഒരു നേതൃനിര നടത്തിയിരുന്നത്. കഠിനാധ്വാനായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് പാലക്കാട്ട് കോൺഗ്രസ്സിന് ഒരു അടിത്തറ പാകിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സംസ്ഥാന തലത്തിലേക്ക് വിപുലീകരിക്കപ്പെട്ടു. TO ബാബാ സാഹിബ് KPCC പ്രസിഡൻ്റായി വന്ന സമയത്ത് അന്ന് പ്രിയപ്പെട്ട KK വിശ്വനാഥ് വക്കീലിനോടൊപ്പം ശങ്കരനാരായണജി ജനറൽ സെക്രട്ടറിയായി വരികയായിരുന്നു. പിന്നീട് അദ്ദേഹം ഉയർന്ന തലങ്ങളിൽ വന്നു, നിയമസഭയിൽ വന്നു, സംസ്ഥാന മന്ത്രിയായി, ഗവർണറായി. പക്ഷേ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയും രാഷ്ട്രീയ സമീപനവുമാണ്. അതായത് വ്യക്തിപരമായ വിയോജിപ്പുകൾ മറ്റ് പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായിട്ടുണ്ടാകാം. പക്ഷേ ആ വിയോജിപ്പുകൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. അത് ആശയപരമായ വിയോജിപ്പുകൾ, നയപരമായ വിയോജിപ്പുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരുമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വളരെ വിപുലമായൊരു സൗഹൃദ ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നിയമസഭാംഗമായി പ്രവർത്തിക്കുമ്പോൾ, മന്ത്രിയായിരുന്നപ്പോൾ നിയമസഭാ സാമാജികരുമായി നല്ല ബന്ധം. ഗവർണറായിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവാദമില്ലാതെയാണ് മുന്നോട്ട് പോയത്. ഒരു കാര്യം നമുക്ക് അഭിമാനത്തോടെ എടുത്തു പറയാൻ സാധിക്കും. അതായത് ഈ ഗവർണർ പദവിയിൽ 6 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടും ഒരു വിവാദങ്ങളിലും ചെന്നുപെടാതെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി അദ്ദേഹം മുന്നോട്ട് പോയി. എന്തായാലും അദ്ദേഹത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് അനുസ്മരിച്ചിട്ടുള്ളത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല നമുക്ക് പങ്കുചേരുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. രമേശ്, എങ്ങനെയാണ് ശങ്കരനാരായണൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചൂടും അറിഞ്ഞ് രാഷ്ട്രീയ രംഗത്തെ കടന്നു വന്ന നേതാവാണ് CK ശങ്കരനാരായണൻ. അദ്ദേഹം നിരവധി തലമുറകൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനവും സത്യസന്ധവും ആത്മാർത്ഥവുമായി നിറവേറ്റാനുള്ള ഒരു ഇച്ഛാശക്തി അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നു. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും കൃഷിമന്ത്രിയായിരുന്നപ്പോഴും തൻ്റേതായ രീതിയിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗവർണർ എന്നുള്ള പദവി അതിൻ്റെ എല്ലാ ഔന്നത്യത്തോടെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് കാണാൻ കഴിയേണ്ട ഒരു കാര്യമാണ്. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി വളർന്നു വന്ന് കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കും എന്നും സ്മരിക്കാൻ കഴിയത്തക്ക സംഭാവന നൽകിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്തായാലും മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ശങ്കരനാരായണനെ അനുസ്മരിക്കുന്നത്? അതിൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഏത് ടെൻഷൻ പിടിച്ച സമയത്തും
അതിനെയൊക്കെ ഒരു തന്മയത്വത്തോടുകൂടി നേരിടുന്ന അസംബ്ലിക്കകത്ത് അടക്കം അങ്ങനെ അദ്ദേഹത്തിന് പെരുമാറ്റം കാണാൻ ഇടയായി. പിന്നെ ഒരു സമഭാവനയോടുകൂടി എല്ലാവരെയും നോക്കി കാണാനുള്ള മനസ്സുണ്ടായിരുന്നു. സാധാരണക്കാരുമായിട്ടൊക്കെ നല്ലപോലെ മിങ്കിൾ ചെയ്യുമായിരുന്നു. നമ്മളെപ്പോലുള്ള ആളുകൾ, ചെറുപ്പക്കാരായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ്. പലപ്പോഴും ഓരോ കാര്യം വരുന്ന സമയത്തും ചെറുപ്പക്കാർക്ക് നല്ലപോലെ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. എതിർപ്പുകൾ പറയാൻ മടി കാണിച്ചില്ല. എതിർക്കുന്ന കാര്യങ്ങളെ അത് തുറന്നു പറയാനുള്ള മടിയും കാണിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഭരണാധികാരി എന്ന നിലയിൽ ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ചു. മന്ത്രിയായി, അതുപോലെ ഗവർണർ എന്ന നിലയിലും നല്ല പേരെടുത്തൊരു ഗവർണറായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എല്ലാ രംഗത്തും ഒരു തലയെടുപ്പുള്ള ഒരു നേതാവിനെയാണ് പ്രിയപ്പെട്ട ശങ്കരനാരായണൻ്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമാകുന്ന. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും ആദരാഞ്ജലി അർപ്പിക്കുക. മുതിർന്ന നേതാക്കളും ഒപ്പം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടെ എത്തിക്കും. സംസ്കാരം 6 മണിക്ക് തൃശൂർ പൈങ്കുളത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ നടക്കും. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.